ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ് ഹബ്. ഞാൻ എംജെ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 മാത്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ഒന്ന് അടിച്ചേക്ക്, ഷെയറും ചെയ്തേക്ക്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെയാണ്: യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫോളോയിങ്. നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഈ പറയുന്നതിനൊക്കെ ഡെറിവേറ്റീവ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. നമുക്ക് എഫ് ഓഫ് എക്സ് ഇവിടെ അറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? എക്സ് പ്ലസ് ഇട്ടിട്ട് കഴിഞ്ഞാൽ എന്തായി? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയി. അപ്പൊ ഇവിടെ എന്താ വരിക? കോസ് എക്സ് പ്ലസ് എച്ച് ആണ് ഇവിടെ ആൻസർ വരിക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഴുതുക. എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ് എന്ത്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ, മറക്കരുത്. എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് എന്ത്? നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ നമ്മൾ ആൻസർ പകുതിയായി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യും? കോസ് എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കും. മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഞാൻ എന്ത് ചെയ്യാൻ പോകണം? അടുത്ത സ്റ്റെപ്പിൽ ഈ എച്ചിനെ ഇങ്ങോട്ട് പുറത്തെടുക്കാൻ പോകണം. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? എച്ചിനെ ഞാൻ ഇങ്ങോട്ട് പുറത്തെടുക്കും. അപ്പൊ എന്തായി? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് പുറത്തേക്ക് വരുമ്പോൾ അത് 1/h ആയിട്ട് നിൽക്കും. എന്തായി? കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് അകത്ത്. ഓക്കെ ആണോ? അതിനാണെങ്കിൽ ഇത് ഏത് ഫോമിലേക്ക് എടുക്കുന്നത്? കോസ് എ മൈനസ് കോസ് ബി. കോസ് എ മൈനസ് കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സി മൈനസ് സി മൈനസ് 2SS എന്ന് പറഞ്ഞ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു ഫോമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ നോക്കി നോക്കുക എങ്ങനെ അപ്ലൈ ചെയ്യാന്ന്. എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇത് അതേപോലെ നിർത്തി. ഇവിടെ എന്ത് വരും? -2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ്, അതായത് എ പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞ ഫോമിലാണ്. -2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 ആണ് ഇതിന്റെ ആൻസർ വരിക. അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇട്ട് കൊടുക്കാം. എന്താ ആൻസർ വരിക? -2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ഇതാണ് അതിന്റെ ആൻസർ വരിക. അതിനാണെങ്കിൽ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായി? -2 ഇൻറ്റു സൈൻ, ഇവിടെ നോക്കുമ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇത് എ ഇത് ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് എ ഇത് ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എന്താണ്? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇനി നോക്കുമ്പോൾ ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി നോക്കുമ്പോൾ എന്താണ്? എക്സും എക്സും ഇവിടെ തന്നെ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താണ്ടാവുക? ഈ -2 ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്ത് ചെയ്യും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/hന്റെ അടുത്തേക്ക് ആര് വരും? -2. അപ്പൊ ആരായി? -2/h ഉള്ളിലേക്ക് കയറി. അത് പുറത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ തൽക്കാലം എടുത്ത് ഉള്ളിലേക്ക് ഇട്ടുന്നുള്ളൂ. -2/h ആയി. ഇനി സൈൻ എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x പ്ലസ് എച്ച് ബൈ 2. അപ്പൊ എന്താ അകത്ത്? സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2. ബാക്കി ഇവിടെ ആരാള്? സൈൻ എച്ച് ബൈ 2 മാത്രം അവിടെ ബാക്കിയുള്ളൂ. അതും കൂടി എടുത്ത് എഴുതാം. സൈൻ എച്ച് ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ നോക്കുമ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ ഒന്ന് എന്തിന് എച്ചിന് 0 ഇട്ട് കൊടുത്ത് നോക്കുക. വെറുതെ എന്ത് ചെയ്യുക? എച്ചിന് ഒന്ന് 0 ഇട്ട് കൊടുത്ത് നോക്കിയാൽ ഇവിടെ എച്ചിന് 0 ഇട്ടാൽ ഈ ടേം എന്തായി പോകും? ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. അപ്പൊ ഈ ഒരു എച്ച് പ്രശ്നക്കാരനാണോ? അല്ലേ? ഈ ഒരു എച്ച് പ്രശ്നക്കാരനാണ്. ഒരു പ്രശ്നക്കാരൻ കിട്ടി. അടുത്തത് ഇനി ഇവിടെ ഈ എച്ചിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരായി? സൈൻ 2x പ്ലസ് 0/2 എന്ന് പറഞ്ഞാൽ സൈൻ 2x/2. അവിടെ ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് സൈൻ എച്ച് ബൈ 2ന്റെ അടുത്ത് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ സൈൻ 0/2 സൈൻ 0 ആയി മാറും. സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ ഇതും അടുത്തൊരു പ്രശ്നക്കാരൻ. അപ്പൊ രണ്ട് പ്രശ്നക്കാരൻ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ആ രണ്ട് പ്രശ്നക്കാരെയും ഒരുമിച്ച് വെക്കാം. രണ്ട് പ്രശ്നക്കാരെയും എന്ത് ചെയ്യും? ഒരുമിച്ച് വെക്കും. അപ്പൊ എന്താ? രണ്ട് പ്രോബ്ലം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? -2 അതുപോലെ നിർത്തുക. ഇൻറ്റു അതിനൊരു കുഴപ്പമില്ല. ആരൊക്കെ പ്രശ്നക്കാരൻ? അവർ ഒരുമിച്ച് നിർത്തുക. സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞ ഫോമിലാവും. സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു ഇനി പ്രശ്നമില്ലാത്ത ഒരാളും കൂടി ഉണ്ടല്ലോ, അയാൾ ഒരു വേറെ മാറ്റി എഴുതാം. സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി കൂടെ. ഓക്കെ, മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? നമുക്കൊരു ഒരു ഫോർമുല അറിയാലോ. എന്താണ്?
സൈൻ എ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? സൈൻ ഹാഫ് എച്ച് ബൈ എച്ച് ആണല്ലോ ഇവിടെ കാണുന്നത്. സൈൻ ഹാഫ് എച്ച് ആണല്ലോ ഇത്. സൈൻ ഹാഫ് എച്ച് ബൈ എച്ച് ആണല്ലോ ഈ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താ വരിക? സൈൻ എക്സ് ബൈ എക്സ് എ ആണെങ്കിൽ സൈൻ ഹാഫ് എച്ച് ബൈ എച്ച് എന്താവും? ഹാഫ് ആവും. സോ ഇനി നമുക്ക് നേരിട്ട് ഇവിടുന്ന് വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? സമം എന്താണ്? ഇനി നമ്മൾ -2 അതേപോലെ നിർത്തി ഇൻറ്റു ഇവിടെ എന്തായി ആൻസർ? ഹാഫ് ആയി ഇൻറ്റു ഇനി ഇവിടെ എച്ചിന് 0 ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് എച്ചിന് 0 ഇട്ട് കൊടുക്കാൻ ആവശ്യമില്ല, കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു ഫോർമുല തന്നെ അറിയാം. ആ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്തെന്താണ്? ഇവിടെ എച്ചിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? സൈന് 2x + 0 ഡിവൈഡഡ് ബൈ 2 ആയി മാറി. ബാക്കി ആരുണ്ട്? ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി. ബാക്കി ഒരു മൈനസ് ഉണ്ട്. സൈൻ 2x/2 അവിടെ ബാക്കിയുണ്ട്. ഈ 1 ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. സൈൻ 2x/2 ബാക്കിയുണ്ട്. 2ഉം 2ഉം ക്യാൻസൽ ആയി. എന്തായി ബാക്കി? മൈനസ് സൈൻ എക്സ്. സിമ്പിൾ അല്ലേടാ? മൈനസ് സൈൻ എക്സ്. അപ്പൊ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താണ്? അപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടില്ല ഇവിടുന്ന്. d/dx ഓഫ് കോസ് എക്സ് എന്താ വരിക? കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടത്. എന്താണ്? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കഷ്ടപ്പെട്ടത്. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഒന്നുകൂടി ലൈക്ക് ചെയ്യുക മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ വന്നിട്ടുള്ള എന്താണ്? നമ്മുടെ ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ആണെന്ത്? രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താവും മക്കളെ? ടാൻ എക്സ് പ്ലസ് എച്ച് ആവും. എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താവും? ടാൻ എക്സ് പ്ലസ് എച്ച് എന്താവും. എങ്ങനെ വന്നു? എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഞാൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഴുതി കൊടുത്തു. ഇനി നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തായി? ലിമിറ്റ് h ടെൻസ് ടു 0 അതേപോലെ എഴുതി. ഇനി നോക്കാം, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇവിടെ ആരാണ്? ടാൻ എക്സ് പ്ലസ് എച്ച് ആണല്ലോ. അതിന് ഞാനൊന്ന് മാറ്റിയിട്ട് എന്ത് എഴുതാൻ പോവാണ്? സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ്? ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ടാൻ എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താവും? സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ആവും. ഉറപ്പല്ലേ? അപ്പൊ ഞാൻ എന്ത് എഴുതി? ഞാൻ അതിന് മുന്നേ എന്ത് ചെയ്തു? ഈ 1/h ഒന്ന് പുറത്തേക്ക് എടുത്തു. 1/h ഞാൻ പുറത്തേക്ക് എടുത്തു. അതായത് h ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് ആരുണ്ടാവുക? ഒരു സൈൻ എക്സ് പ്ലസ് എച്ച് ഉണ്ടാകും ഡിവൈഡഡ് ബൈ ഒരു കോസ് എക്സ് പ്ലസ് എച്ച് ഉണ്ടാകും. ഓക്കെ, മൈനസ് ഇനി എഫ് ഓഫ് എക്സ് ആരാണ്? ടാൻ എക്സ്. ടാൻ എക്സ് നമുക്ക് എന്ത് എഴുതാം? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് എഴുതിക്കൂടെ? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഉള്ളിൽ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആരുണ്ടാവില്ലല്ലോ. ഉള്ളിൽ ഒന്ന് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കി ആരുണ്ടാവും? ലിമിറ്റ് h ടെൻസ് ടു 0 1/h അതേപോലെ. ഇനി ആരാണ് നോക്കുക? സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. അപ്പൊ എന്താണ്? സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. എന്താണ്? കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എന്താടാ? കോസ് എക്സ്. ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇനി എന്താണ്? ഇനി ഈ ഫോം ഒന്ന് നോക്കി. ഇത് എവിടെങ്കിലും കണ്ട് പരിചയം ഉണ്ടോ നോക്കിയേ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ധാരാളം. ഇത് നമ്മുടെ സ്വന്തം സൈൻ എ മൈനസ് ബി അല്ലേ? എന്താണിത്? സൈൻ എ മൈനസ് ബി ആണ്. ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ടേമിനെ എ എന്ന് വിളിച്ചു. ഇതാണെന്ത്? എ. ഇതാണെന്ത്? ബി. എക്സ് ആണ് ബി. അങ്ങനെയാണെങ്കിൽ എന്താ അവിടെ ആൻസർ വരെ മേലെ? സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതിക്കൂടെ? അപ്പൊ എന്തായി? ലിമിറ്റ് h ടെൻസ് ടു 0 1/h അതേപോലെ നിന്നു. ഉള്ളിൽ ആരായി? സൈൻ എ മൈനസ് ബി. സൈൻ എഴുതി. എ ആരാണ്? എക്സ് പ്ലസ് എച്ച്. എക്സ് പ്ലസ് എച്ച്. പിന്നെന്താണ്? മൈനസ് ബി എന്ന് പറയുമ്പോൾ ആരാണ്? മൈനസ് എക്സ്. ഇവിടെ എത്രയേ ഉള്ളൂ? ഡിവൈഡഡ് ബൈ. ബാക്കി ആരാണ്ടാവുക? ഡിവൈഡഡ് ബൈ. ബാക്കിയുള്ളവർ അതേപോലെ എടുത്ത് എഴുതാം. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സിന് ഒരു മാറ്റം ഇല്ല. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. മേലെ മാറിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലടാ? എന്താ ഉണ്ടായത്? നമ്മൾ അതിന് ചെറുതായിട്ടൊന്ന് ആ ഫോമൊക്കെ മാറ്റിന്നുള്ളൂ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. നമ്മൾ എന്ത് എഴുതി? സൈൻ എ മൈനസ് ബി എന്ന് വിളിച്ചു. ഇതിൽ എക്സ് പ്ലസ് എച്ചിനെ ഞാൻ എ എന്ന് വിളിച്ചു, എക്സിനെ ഞാൻ ബി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ എക്സിനെയും മൈനസ് എക്സിനെയും കട്ട് ചെയ്തൂടെ? ബാക്കി ആരൊക്കെ ഉണ്ടാവും? ലിമിറ്റ് h ടെൻസ് ടു 0 1/h ഇൻറ്റു ആരാണ് ബാക്കി ഉണ്ടാവുക? ഇവിടെ സൈൻ എച്ച് ഉണ്ടാവും. ബാക്കി സൈൻ എച്ച് ഡിവൈഡഡ് ബൈ കോസ്
എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതിക്കൂടെ ഇതിനെ? എന്താണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ ഒന്ന് എന്ത് ചെയ്യാം, എച്ചിന് എന്ത് ചെയ്യാം, നമുക്ക് 0 ഇട്ട് കൊടുത്തു നോക്കാം. എന്നിട്ട് ആരൊക്കെയാണ് വില്ലന്മാരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണേ. എന്ത് ചെയ്യാം, എച്ചിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എച്ചിന് 0 ഇട്ട് കൊടുത്തു, 1/h 1/0 അതെന്താണ്, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതൊരു പ്രശ്നക്കാരനാണ്. അപ്പോൾ ഒരു പ്രശ്നക്കാരനെ കിട്ടി. രണ്ടാമത്തത് എന്ത് ചെയ്യാം, എച്ചിന് ഇവിടെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. രണ്ടാമത്തെ പ്രശ്നക്കാരനെ കിട്ടി. ഇനി അടുത്തത് ഇവിടെ 0 ഇട്ട് കൊടുത്തേ, കോസ് എക്സ് പ്ലസ് എച്ച്, കോസ് എക്സ് പ്ലസ് 0 കോസ് എക്സ് തന്നെയാണ്. പിന്നെ ഇവിടെ 0 ഇട്ട് കൊടുക്കാനില്ല. അപ്പോൾ താഴെ പ്രശ്നക്കാരൊന്നുമില്ല, മേലത്തെ രണ്ടാൾക്കാരാ പ്രശ്നക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യാം, ഒരുമിച്ച് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി പ്രശ്നക്കാരെ ഞാൻ കണ്ടെത്തി വട്ടിട്ട് വെച്ചിട്ടുണ്ട്, അവർ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് എഴുതിയാൽ മതി. അത് നിങ്ങൾ മറക്കരുതാ സ്റ്റെപ്പ് ഇട്ടാ. ലിമിറ്റ് h ടെൻസ് ടു 0, ലിമിറ്റ് എന്താണ്, h ടെൻസ് ടു 0, സൈൻ എച്ച് ബൈ എച്ചിനെ ഞാൻ ഒരുമിച്ച് എഴുതി. എന്താണ്, സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു ബാക്കി ആരും കൂടി ഉണ്ട്, 1 കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സും കൂടി ഇല്ല, അത് മറക്കരുത്. 1 കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ, സൈൻ എച്ച് ബൈ എച്ച് എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. സൈൻ എക്സ് ബൈ എക്സ് എന്താണ്, 1 ആണ്. സൈൻ എക്സ് ബൈ എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ സൈൻ എച്ച് ബൈ എച്ച് എന്താവും, 1 ആണ്. ഇനി നമുക്ക് ഒന്നുമില്ല, നേരിട്ട് വാല്യൂ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സൈൻ എച്ച് ബൈ എച്ച് എന്താണ്, ലിമിറ്റിനെ കളഞ്ഞു, കാരണം നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റിനെ എഴുതാൻ പാടില്ല. സൈൻ എച്ച് ബൈ എച്ച് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ, ഇനി എച്ചിന് എച്ചിലുള്ളടത്തൊക്കെ എന്ത് ചെയ്യാം, 0 കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് എച്ച് ഉണ്ടല്ലോ, എന്ത് 0 കൊടുക്കാൻ. അങ്ങനെ ഒരു പ്രോപ്പർട്ടി തന്നെയുണ്ട്. അങ്ങനെ പ്രോപ്പർട്ടിക്ക് ഒരു ആൻസർ ഉണ്ട്. ആ ആൻസറാണ് നമ്മൾ നേരിട്ട് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 0 കൊടുക്കേണ്ടത് കേട്ടോ, മറക്കരുത്. സൈൻ എച്ച് ബൈ എച്ച് 1 ആണെന്ന്. ഓക്കെ, അടുത്താണ് 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് 0. അതെന്താ 0 കൊടുത്തത്, എച്ചിന് 0 കൊടുക്കാൻ ടൈമായി, വാല്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇൻറ്റു കോസ് എക്സ്, മനസ്സിലായോടാ? is equal to 1 divided by 1 into 1 1 ആണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ 1 എഴുതുന്നുള്ളൂ. കോസ് എക്സ്, കാരണം ഒരു 0, കോസ് എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ബാക്കി ആരാളുള്ളത്, is equal to 1 divided by കോസ് സ്ക്വയർ എക്സ്. ആരാണ്, 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് സീക്കാണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആരായി, സീക്ക് സ്ക്വയർ എക്സ് ആയി. ആരുടെ ആൻസർ? അപ്പോൾ എന്താണ്, ടാൻ എക്സിന്റെ ആൻസർ എന്താണ്, സീക്ക് സ്ക്വയർ എക്സ്. മനസ്സിലായോടാ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, ഡി ബൈ ഡി എക്സ് ഓഫ് ആരാണ്, ടാൻ എക്സ് എന്തായി, ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ആയി. ആരായി, സീക്ക് സ്ക്വയർ എക്സ് ആയി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.